ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ പാഠത്തിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യത്തെ പാഠമായ സമാന്തര ശ്രേണി. ഒരു ശ്രേണി നമ്മൾ എഴുതുവാണ്. അതിലെ അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 5 ഇവിടെ 5 വെച്ചാണ് ഓരോ പദങ്ങളും കൂടി പോകുന്നത്. 8ൽ നിന്ന് 5 കൂടി 13, 13ൽ നിന്ന് 5 കൂടി 18, 18ൽ നിന്ന് 5 കൂടി 23, ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി ഉണ്ടെങ്കിൽ ആ ശ്രേണിയെ നമ്മൾ സമാന്തര ശ്രേണി എന്ന് വിളിക്കും. അതിലെ ഏതൊരു പദത്തിന് വേണമെങ്കിലും കണ്ടുപിടിക്കാം. പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ xn = f + n - 1 × d, അതായത് nth ടൈമിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ n-ാം പദത്തിൻ്റെ ഇക്വേഷനാണ് xn = f + n - 1 × d. അതാണ് നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുക, ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. s = n/2 × f + l. ഇത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. s = n/2 × 2f + n - 1 × d. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, നമ്മൾ n/2 s = n/2 × f + l. s എന്ന് പറഞ്ഞാൽ തുക = n × n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പദങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ എത്ര പദങ്ങളുണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ 5 പേരാണുള്ളത്. അപ്പോൾ n-ൻ്റെ വില 5. അതുപോലെ ഓരോ ശ്രേണിയിലും എത്ര ആൾക്കാരുണ്ട്, അതാണ് n. f എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം. ഇവിടുത്തെ കേസിൽ 108 നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതായിരിക്കും ഇവിടുത്തെ ആദ്യത്തെ പദം. പിന്നെ l എന്ന് പറയുന്നത് അവസാന പദം, അല്ലെങ്കിൽ nth പദം, n-ാം പദം എന്ന് വേണമെങ്കിലും പറയാം l-ന് പകരം. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ്. അടുത്ത ടൈപ്പ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. s = n/2 × 2f + n - 1 × d. ഈ ഇക്വേഷൻ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. അപ്പോൾ തുകയ്ക്ക് 2 ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2 ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ 2 പേര് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്? അതായത് അവസാന പദം നമുക്കറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവസാന പദം നമ്മൾ ഒന്നേന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ, ഇതിലാണെങ്കിൽ അതങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. 1-ാം പദവും n-ൻ്റെ വിലയും ഉണ്ടെങ്കിൽ, പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ, നമുക്ക് നേരെ ഇത് വെച്ചിട്ട് തുക കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇവനെ നമ്മൾ എവിടെ വെച്ച് വേണമെങ്കിലും, ഏത് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുത്ത് കണ്ടുപിടിക്കാം, ഏത് സമാന്തര ശ്രേണിക്ക് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി ബിലോ സീക്വൻസ്. ഇവിടെ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി ബിലോ സീക്വൻസ്, അതായത് ഇവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. 11, 22, 33, 44 എന്ന് പറഞ്ഞു പോകുന്ന ഒരു ശ്രേണി. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 44 ഞാൻ കഴിഞ്ഞു, അടുത്തത് 55 എഴുതി, അടുത്ത 66 എഴുതി, ഇങ്ങനെ എഴുതി പോയി അവസാനം 25ാമത് ഒരാൾ എഴുതും. ഇവരെന്ന് പറയണം 1-ാമത്തെ ആള്, 2-ാമത്തെ ആള്, 3-ാമത്തെ ആള്, 4. കണ്ടോ? 1-ാമത്തെ പദം, 2-ാമത്തെ പദം, 3-ാമത്തെ പദം 33, 4-ാമത്തെ പദം 44, 5-ാം പദം, 6-ാം പദം, 7-ാം പദം, ഇങ്ങനെ എഴുതി പോയി 25ാമത്തെ പദം അതുവരെയുള്ള തുക. അതായത് ഇവരെല്ലാവരും തമ്മിൽ നമ്മൾ കൂട്ടണം. 11 + 22 + 33 + 44 ഇങ്ങനെ എല്ലാവരും തമ്മിൽ കൂട്ടി 25ാമത്തെ പദത്തിനെ കൂടെ കൂട്ടണം. 25ാം പദം, 25നെയല്ല, 25ാമത് വരുന്ന പദത്തിനെ നമ്മൾ കൂട്ടണം. അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ തുക. ഫൈൻഡ് ദി സം, തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ കൊടുത്ത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ
ഞാൻ എൻ്റെ ശ്രേണി ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. 11, 22, 33, 44 എന്നെൻ്റെ ശ്രേണി ഞാൻ എടുത്തെഴുതി. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇക്വേഷനെ ഞാൻ എടുത്തെഴുതുവാണ്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ആരാണോ അയാളെ ഞാൻ എടുത്തെഴുതുവാണ്. എപ്പോഴും പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രേണിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ശ്രേണി നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് നമ്മളിനി ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ ഇക്വേഷൻ അടുത്ത് എഴുതണം. എസ് ഈക്വൽ ടു n/2 ഇൻറ്റു എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിൽ ഓരോ ആൾക്കാരെയും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. n എന്ന് പറയുന്നത് എത്ര പദങ്ങളുണ്ട് അവരുടെ എണ്ണമാണ്. n എന്ന് പറയുന്നത് എത്ര പദങ്ങളുണ്ട് അവരുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. ആദ്യമുള്ള 25 പദങ്ങൾ. അതായത് എൻ്റെ വില എത്ര വരും? 25 എന്ന് വരും. ഫസ്റ്റ് 25 ടേംസ്, ആദ്യത്തെ 25 പദം. അപ്പോൾ പദങ്ങളുടെ എണ്ണം n ഈക്വൽ ടു 25 എന്ന് വന്നു. ഇനി എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് ശ്രേണിയുടെ ആദ്യ പദം എന്ന് പറയുമ്പോൾ ഇവിടെ 11. അപ്പോൾ എഫ് ഈക്വൽ ടു 11 എന്ന് വരും. ഇനി എന്നിൻ്റെ വില എനിക്ക് കിട്ടി. അടുത്തത് ഡി എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസം. അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ വരുന്ന വ്യത്യാസം. അത് ഏത് മൈനസ് ചെയ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. 44 മൈനസ് 33 ചെയ്യാം, അല്ലെങ്കിൽ 22 മൈനസ് 11 ചെയ്യാം. ഏത് ചെയ്താലും ഒരേ വിലയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 22 മൈനസ് 11 എത്ര വരും? പൊതുവ്യത്യാസം 11 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. എസ് ഈക്വൽ ടു എന്നിൻ്റെ വില 25/2 ഇൻറ്റു ഇവിടെ 2f ഉണ്ട്. എഫ് അല്ല 2f ആണ്. n/2 ഇൻറ്റു 2 ഇൻറ്റു എഫ്, 2f ആണ്. അപ്പോൾ 2 ഇൻറ്റു എഫിൻ്റെ വില എന്ന് പറയുന്നത് 11 പ്ലസ് എന്നിൻ്റെ വില എത്രയാ? 25 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കേസിൽ 11. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയൊരു ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ടത്, അതും കൂടെ നോക്കാം. അപ്പോൾ ചിലപ്പോൾ പണ്ട് നിങ്ങൾ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു കാണും. ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു റൂള്. ബോർഡ് മാസിൻ്റെ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ബ്രാക്കറ്റ്. ഒ എന്ന് പറയുന്നത് ഓഫ്. ഡി എന്ന് പറയുന്നത് ഡിവിഷൻ. ഇതെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്നത് അഡിഷൻ, അതായത് കൂട്ടുക, സബ്ട്രാക്ഷൻ. ഇത് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്. ഓഫ് എന്ന് പറയുന്നത് ബ്രാക്കറ്റിന് പുറത്ത് എന്തെങ്കിലും ഗുണിക്കാനുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ്. അടുത്തത് ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരിക്കുക. എം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ. എ എന്ന് പറയുന്നത് അഡിഷൻ, കൂട്ടുക. എസ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ. ഇതിൽ ഓഫ് നമുക്ക് നമ്മുടെ 10ാം ക്ലാസ് ലെവലിന് ആവശ്യം വരത്തില്ല, ബാക്കിയെല്ലാം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്, അതായത് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട, അല്ലെ അതിനെ ഗുണിക്കുക, കൂട്ടുക, ഹരിക്കുക, അതിനൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുക. മാത്സിൽ ഓപ്പറേഷൻ. ഇതിൽ കത്തിയും കടാരയൊന്നും ആവശ്യമില്ല മാത്സിൽ ഓപ്പറേഷനിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ഇക്വേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ് എന്നാണ് പഠിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതായത് ആദ്യം ബ്രാക്കറ്റിനെ ചെയ്യണം, അത് കഴിഞ്ഞ് ഓഫ് നമുക്ക് നമ്മുടെ ലെവലിന് ഇപ്പോൾ ആവശ്യമില്ല. അടുത്തത് ഡിവിഷൻ. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹരിക്കാനുള്ള ആൾക്കാർ ആദ്യം ഹരിക്കണം. ഹരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗുണിക്കാൻ എടുക്കാവൂ. അത് കഴിഞ്ഞ് ഈ ഹരിച്ചും ഗുണിച്ചും കഴിഞ്ഞ ആൾക്കാരെ മാത്രമേ കൂട്ടാവൂ. കൂട്ടേണ്ട ആൾക്കാരെല്ലാം കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ കുറയ്ക്കാവൂ. അതാണ് ഈ ഒരു ബ്രാക്കറ്റ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് എല്ലാം, ബോഡ് മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. ഒന്ന് നോക്കാം. ആദ്യം ദാ ഇവിടെ ഇപ്പോൾ എനിക്ക് ഏതാണ് ആദ്യം എന്ന് നിങ്ങൾ സംശയം കാണും. ഈ ഒരു വലിയ ബ്രാക്കറ്റിനെ കളയുക. ഇത് പുറത്തുള്ള ആൾക്കാരാണ്, അപ്പോൾ അതിനെ നമ്മൾ കളഞ്ഞിട്ട് ദാ ഈ അകത്ത ബ്രാക്കറ്റ് എവനാണ് എൻ്റെ ആദ്യത്തെ ഞാൻ കൺസിഡർ ചെയ്യേണ്ട ആള്. ഒരു വലിയ ബ്രാക്കറ്റിനകത്ത് കുറേ ചെറിയ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെറിയ ബ്രാക്കറ്റുകളെ എടുക്കണം. അതാണ് നമ്മളെ ബോഡ് മാസിന്റെ ആദ്യത്തെ ബി സൂചിപ്പിക്കുന്ന ബ്രാക്കറ്റിനെയാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നതാ എൻ്റെ വലിയ ബ്രാക്കറ്റ്. ഇതാണ് എൻ്റെ വലിയ ബ്രാക്കറ്റ്. അവൻ്റെ അകത്ത് ചെറിയ 2-3 ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാരെ അവരെ ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് പിന്നെ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലെങ്കിൽ വേറെ അതിന് പുറത്തുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ താഴെ ആൻസർ എഴുതുവാണ്. S = 25/2 അവരങ്ങനെ ഇടാൻ പറ്റൂ. ഇൻറ്റു 2 × 11. 2 × 11 ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രാക്കറ്റിന്റെ കാര്യം അവിടെ കഴിയില്ല. അപ്പോൾ 2 × 11 എത്രയാ? 22. ഇനി ആ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്ലസ് ഇനി അടുത്ത ഈ ചെറിയ ബ്രാക്കറ്റ് 25 - 1. 25 - 1 എന്ന് പറയുന്നത് എത്രയാ? 25 - 1 എന്ന് പറയുന്ന 24 ഇൻറ്റു 11. 11 ഇവിടെയുള്ള 11. ഇനി വലിയ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഇട്ടു. ശരി. ഇനി ഇപ്പോഴും എനിക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. പക്ഷെ ഈ ബ്രാക്കറ്റിനകത്ത് ഗുണിക്കാനും ഹരിക്കാനും ഗുണിക്കാനും കൂട്ടാനുമുള്ള സൈൻസ് ആണ് ഇപ്പോൾ കിടക്കുന്നത് ബോഡ് മാസിന്റെ റൂൾ വെച്ചിട്ട്. അടുത്ത ഏത് ചെയ്യണം? ഓർഡർ അല്ലെങ്കിൽ ഓഫ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഡിവിഷൻ ഉണ്ടോ ഇതിനകത്ത്? ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറിയ ബ്രാക്കറ്റ് കഴിഞ്ഞു, ഇനി വലിയ ബ്രാക്കറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ ബ്രാക്കറ്റ് തന്നെ നിൽക്കുവാണ്. എന്നാലും പിന്നെ ബ്രാക്കറ്റിനകത്ത് അടുത്ത റൂൾ നോക്കുമ്പോൾ ഡിവിഷൻ ഡി ഇവിടെ ഉണ്ടോ? ഇവിടെ ഹരിക്കാനില്ല. മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കാൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം എമ്മിന് ശേഷമാണ് എ വരുന്നത്. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ വരും ആൻസർ? 25/2 ഇൻറ്റു 22 പ്ലസ് 24 × 11 എത്ര വരും? 24 × 11 എന്ന് പറയുന്നത് ഗുണിച്ച് നോക്കാം. 24 × 11. 24 ഒരു പ്രാവശ്യം എത്രയായിരിക്കും? 4 1 4. 2 പ്രാവശ്യം ഒന്ന് പോകുമ്പോൾ 2. അടുത്ത 4 1 4. 2 പോകുമ്പോൾ 2. അപ്പം 4 ഇത്ര വരും? 6 2. 264 എന്ന് വരും ആൻസർ. 264 എന്ന് വരും. അപ്പോൾ 264 എന്ന് വന്നു. ഇനി 25/2 ഇൻറ്റു 22 പ്ലസ് 264 എത്ര വരും? കൂട്ടി നോക്കിയേ. 22 പ്ലസ് 264. 264 കൂടെ ആദ്യം 20 കൂട്ടണം. അപ്പോൾ എത്ര വരും? 284 എന്ന് വരും. ഇനി 2 കൂടെ ഉണ്ട്, അതുകൂടെ കൂട്ടുമ്പോൾ 286 എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് ഗുണിക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 25/2 ഇൻറ്റു 286 എന്ന് എഴുതാം. കാരണം ഈ ബ്രാക്കറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും വലിയ കാര്യമില്ല, കാരണം ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി ഈ 2 വെച്ചിട്ട് എനിക്ക് ഇയാളെ വെട്ടിപ്പോവാലോ, കാരണം അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യയല്ലേ വന്നത്. 4 2 0 2 4 6 8 എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ എനിക്ക് അതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ എത്ര പ്രാവശ്യം പോവും? ഹരിച്ചു നോക്കാം. 286 2 ഒരു പ്രാവശ്യം 2 എടുത്തു. 2 1 0. അടുത്തത് 8 എത്ര വരും? 4 പ്രാവശ്യം 8 0. അടുത്തത് 6 എത്ര വരും? 3 പ്രാവശ്യം 6 0. അപ്പോൾ 25 ഗുണം 143 എന്ന് വരും. അപ്പം നമുക്കൊന്ന് ഇതിനെ ഗുണിച്ച് നോക്കാം. എത്ര വരും? 143 × 25. ഒന്ന് ഗുണിച്ച് നോക്കിയേ. 3 × 5 15 ശിഷ്ടം 1. 4 × 5 20 ശിഷ്ടം 1 21. ഇവിടെ ശിഷ്ടം 2.
കൂട്ടുമ്പോൾ 21 ശിഷ്ടം 2 ഞാനിവിടെ എഴുതി. ഒരു 5 5. 5ൻ്റെ കൂടെ ഈ 2 കൂടെ കൂട്ടുമ്പോൾ 7. ശിഷ്ടമുണ്ടോ? ഇല്ല. ഇനി 3 2 എത്ര വരും? 3 2 4 2 ഒരു 2 2, അതായത് 286 എന്ന് വരും. 5 7 15 ഇഷ്ടം 1 35 3575 എന്ന് വരും. ഇതായിരിക്കും നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി ബിലോ സീക്വൻസ്. അതായത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ശ്രേണിയുണ്ട്, ഇതിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്ത് പോകാമല്ലോ. സ്റ്റെപ്പുകൾ അത് ഞാൻ ഇനി പറയുന്നില്ല. എസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അതിന് ഞാൻ എടുത്ത് എഴുതി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ഇതിൽ നിന്ന് എനിക്ക് വേണ്ട ആൾക്കാരെയൊക്കെ എഴുതണമല്ലോ. എന്നിൻ്റെ വില എത്രയാണ്? ഇക്വേഷനിൽ നിന്ന് എനിക്ക് ആദ്യം വേണ്ടത് n ആണ്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 25 പദങ്ങൾ. എഫ് ആദ്യ പദം നോക്കിയേ 12. ആദ്യം എഴുതിയിരിക്കുന്ന പദം ആരാ? 12. അടുത്തത് പിന്നെ n, അത് കഴിഞ്ഞ് ഡി. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. അവൻ്റെ വില എത്ര വരും? 23 മൈനസ് 12 11 എന്ന് വരും. ശരി, അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷനിൽ കൊടുക്കാം. എസ് ഈക്വൽ ടു n/2 പകരം 25/2 ഇൻറ്റു 2f പ്ലസ് 2 ഇൻറ്റു 12 പ്ലസ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുമ്പോൾ 25 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 11. അപ്പോൾ എത്ര വരും? 25/2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാ വലിയ ബ്രാക്കറ്റിനകത്ത് പിന്നും അകത്ത് ചെറിയ ബ്രാക്കറ്റ്സ്. അപ്പോൾ ആദ്യം ചെറിയ ബ്രാക്കറ്റ് ചെയ്യുക. 2 ഇൻറ്റു 12 എത്ര വരും? 24 പ്ലസ് 25 മൈനസ് 1 24 ഇൻറ്റു 11. കൂട്ടാനുണ്ട് ഗുണിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ആര് ചെയ്യണം? ആദ്യം ഗുണനം, ബോർഡ് മാസ്. എമ്മിന് എം കഴിഞ്ഞാണ് എ വരുന്നത്. അപ്പോൾ എം ആദ്യം ചെയ്യണം. 24 ഇൻറ്റു 11 അതാദ്യം ചെയ്യുക. 25/2 ഇൻറ്റു 24 പ്ലസ് 24 ഇൻറ്റു 11 എത്ര വരും? 264 എന്ന് വരും. 25/2. അപ്പോൾ 264ൻ്റെ കൂടെ 24 കൂടെ കൂട്ടുകയാണെങ്കിൽ 288 എന്ന് വരും. അതേ 2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 144 എന്ന് വരും. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 25 ഇൻറ്റു 144. 25 ഇൻറ്റു 144 എന്ന് വരും. അപ്പോൾ ഗുണിച്ച് നോക്കാം. 25 144 4 ഇൻറ്റു 5 20 ഇഷ്ടം 2. 4 ഇൻറ്റു 5 20 തന്നെ. പക്ഷേ ഇതും കൂടെ കൂട്ടുമ്പോൾ 22 ഇഷ്ടം 2. ഒരു 5 5 5 2 7 4 2 8 4 2 8 1 2 2 0 8 2 10 ശിഷ്ടം 1 7 8 15 15ഉം ശിഷ്ടം 1 കൂടെ കൂട്ടി 16 അതിൻ്റെ ശിഷ്ടം 1 പിന്നെ 3600 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 3600 എന്ന് വരും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടെ ഹോംവർക്കായിട്ട് ചെയ്യുക. ചെയ്തിട്ട് ആൻസർ ഗ്രൂപ്പിലിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ശരി, താങ്ക് യു.